പാച്ചല്ലൂർ സുകുമാരൻ ഫൗണ്ടേഷൻ്റെ മൂന്നാമത്തെ അവാർഡ് ആണ് ഇന്നിവിടെ നിങ്ങളെ അറിയിക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങളിവിടെ അവാർഡ് അറിയിച്ചിരുന്നു. അത് ജയകുമാർ സാറിനായിരുന്നു, നിങ്ങൾക്കറിയാം. കലയെ, സാഹിത്യം, രാഷ്ട്രീയം, സാംസ്കാരികം തുടങ്ങി വിവിധ മേഖലകളിൽ ഏതെങ്കിലും ഒന്നിൽ ഈടുറ്റ അല്ലെങ്കിൽ മഹത്വമാർന്ന സംഭാവനകൾ നൽകിയവരുടെ സമഗ്രമായ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക അവാർഡ് സമ്മാനിച്ചു വരുന്നത്. ഇക്കുറി സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് നൽകാൻ ജൂറി ചെയർമാൻ എന്ന നിലയിൽ ജൂറി അംഗങ്ങളായ ദൂരദർശൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറും സംസ്ഥാന വനിതാ ഹോക്കി ടീം ക്യാപ്റ്റനുമായിരുന്ന ശ്രീമതി PR ശാരദ, പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനും മനോരമ ദിനപത്രത്തിൻ്റെ തിരുവനന്തപുരം ബ്യൂറോ ചീഫുമായ സുജിത് നായരും അടങ്ങിയ ജൂറിയാണ് ഈ അവാർഡ് നിർണയിച്ചത്. സമഗ്ര സംഭാവനയ്ക്കുള്ള 2025 പാച്ചല്ലൂർ സുകുമാരൻ സ്മാരക അവാർഡ് സമുന്നത കോൺഗ്രസ് നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് സമ്മാനിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. 25,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് അവാർഡ്. രാഷ്ട്രീയ മേഖലയിൽ വളർന്നു വരുന്നവർക്ക് ഒരു പാഠപുസ്തകമാണ് രമേശ് ചെന്നിത്തലയുടെ ജീവിതമെന്ന് ജൂറി വിലയിരുത്തി. യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ പ്രസിഡന്റ്, KPCC അധ്യക്ഷൻ, ആഭ്യന്തരമന്ത്രി, പ്രതിപക്ഷ നേതാവ്, എഴുത്തുകാരൻ എന്നീ നിലകളിൽ രമേശ് ചെന്നിത്തല കാഴ്ചവെച്ച പ്രവർത്തനങ്ങൾ നിസ്തുലവും മാതൃകാപരവുമാണ്. അദ്ദേഹത്തിൻ്റെ പരന്ന വായനയും സാംസ്കാരിക സംഗീത രംഗങ്ങളോടുള്ള താല്പര്യവും അധസ്ഥിത ജനവിഭാഗങ്ങളോടുള്ള കൂറും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമെല്ലാം ജൂറി വിലയിരുത്തി. ഇവിടെ മുൻപ് പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷത്തെ അവാർഡ് കവിയും മുൻ ചീഫ് സെക്രട്ടറിയുമായ ശ്രീ K. ജയകുമാറിനായിരുന്നു സമ്മാനിച്ചത്.